ഹായ് ആൾ iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 7 ഓഫ് our നെറ്റ് സീരീസ് ആണ്. ഇതിനു മുൻപ് 6 ഡിഫറെന്റ് പാർട്സ് ഓഫ് our December 2024 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദോസ് വീഡിയോസ് ആൻഡ് കം ബാക്ക് ടു ഹിയർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു our today's questions. Okay, the first question is the anterior pituitary gland secretes hormone, which hormone, and posterior pituitary gland secretes which hormone. So താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ ഹോർമോൺ ഏതൊക്കെ ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസിലി ആൻസർ ചെയ്യാം. ഇസ് ഇറ്റ് ഗോണഡോട്രോപിക് ആൻഡ് സൊമാറ്റോട്രോപിക്, ഓക്സിറ്റോസിൻ ആൻഡ് ഗോണഡോട്രോപിക്, സൊമാറ്റോട്രോപിക് ആൻഡ് വാസോപ്രസിൻ, വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ? ഇല്ലാത്ത ഏതായിരിക്കും കറക്റ്റ് ആൻസർ? The correct answer is option 3, somatotropic and vasopressin. എങ്ങനെയാണ് ഈ ആൻസർ വന്നതെന്ന് നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ഗ്ലാൻഡ് ആണല്ലേ നമ്മുടെ ബോഡിയിൽ. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലെ എൻഡോക്രൈൻ ഓർഗൻസിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് പിറ്റ്യൂട്ടറി. ബിക്കോസ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ബോഡി പാർട്ടിലാണ് ലോഡ് ഓഫ് ഡിഫറെൻറ്റ് സെക്രീഷൻ ഓഫ് ഹോർമോൺസും അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് ഹോർമോൺസും സംഭവിക്കുന്നത്. നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാസോപ്രസിൻ, അല്ലെങ്കിൽ ലൂട്ടനൈസിങ് ഹോർമോൺ, അതായത് നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അങ്ങനെ പലതരത്തിലുള്ള ഒരു ഹോർമോണൽ പ്ലേ നടക്കുന്നത്, ഒരു ഹോർമോണൽ കൺട്രോൾ നടക്കുന്നത് പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡിന് വളരെയധികം ഇമ്പോർട്ടൻസ്. സോ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനും കൂടെ ആണിത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള ഹോർമോൺസേ ഉള്ളൂ. ഒന്ന് വാസോപ്രസിനും ഓക്സിറ്റോസിനും. വാസോപ്രസിന്റെ വേറൊരു പേരാണ് ആന്റി ഡയറൂട്ടിക് ഹോർമോൺ എന്ന് പറയും, ADH. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ ADH പ്രൊഡക്ഷൻ റിലീസ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. സോ ഓരോ ഹോർമോണും എവിടുന്നാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്, എവിടുന്നാണ് സെക്രീറ്റഡ് ആവുന്നത്, എവിടുന്നാണ് റിലീസ്ഡ് ആവുന്നത്, എന്തിലേക്കാണ് ആ ഒരു പെർട്ടിക്കുലർ ഹോർമോൺ ടാർഗറ്റഡ് ആവുന്നത്, അതിന്റെ എഫക്റ്റുകൾ എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. For other questions to answer other questions as well. The next question is arrange the following steps in sequence to develop a standardized psychological test. അതായത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ചില സീക്വൻസ് ഉണ്ട്, ചില സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിന്റെ സീക്വൻസ് എന്താണ് എന്നാണ് ഈ ചോദ്യം. സോ ഏതൊക്കെ സ്റ്റേജസ് ആണ് നമുക്ക് നോക്കാം. പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ, പ്ലാനിംഗ് ആൻഡ് ഐറ്റം റൈറ്റിംഗ്, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ടെസ്റ്റിംഗ്, ടെസ്റ്റ് മാനുവൽ പ്രിപ്പറേഷൻ ആൻഡ് നോം എസ്റ്റാബ്ലിഷ്മെന്റ്. ഇല്ലാത്ത എന്തായിരിക്കും കറക്റ്റ് ഓർഡർ ഓഫ് ദീസ് സ്റ്റേജസ് ഒന്ന് നോക്കിക്കേ. The correct answer is option 3, which includes the initial stage, which are planning and item writing, preliminary administration, reliability and validity testing, norm establishment, and finally test manual preparation. എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയത് നമുക്ക് നോക്കാം. സോ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ റിലയബിൾ ആണ്, വാലിഡിറ്റി ഉള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, കാരണം അത് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളാണ്. അതിനൊരു പെർട്ടിക്കുലർ നോം ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഉള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഓൾറെഡി. അതിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ് എന്നുള്ള ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. സോ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി നമ്മളത് പ്ലാൻ ചെയ്യണം. ആ ഐറ്റംസ് ഓരോന്നും പ്ലാൻ ചെയ്ത് റൈറ്റ് ചെയ്യണം അല്ലേ. എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത്, എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഡെവലപ്പർ മനസ്സിലാക്കുകയും എന്താണ് അതിൻ്റെ പേർപ്പസ്, ആരൊക്കെ ആയിരിക്കാം അതിൻ്റെ പോപ്പുലേഷൻ, ആ പോപ്പുലേഷന് പറ്റിയ രീതിയിലാണോ ടെസ്റ്റുകളുടെ ഐറ്റംസ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണോ, കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതി എന്നുള്ളൊരു പ്ലാനിങ് ആൻഡ് ഐറ്റം റൈറ്റിംഗ് ആണ് ഇത് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് കോൾഡ് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ. അതായത് ഇനീഷ്യലി നമ്മളൊരു കുറച്ച് ഐറ്റംസ് എഴുതിയിരിക്കുന്നു. ആ എഴുതിയ ഐറ്റംസ് ഒരു സ്മോൾ സാമ്പിളിൽ, ഒരു ലാർജർ സാമ്പിളിലല്ല, ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിങ്ങിനെയാണ് പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുക. ആ ഒരു സ്മോൾ സാമ്പിളിൽ ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ, ആ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുക. എന്നാലല്ലേ നമുക്കതൊരു ലാർജർ സാമ്പിളിലേക്ക് അത് ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഇസ് ഗിവൻ ടു എ സ്മോളർ സാമ്പിൾ. അതിനെയാണ് പൈലറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുക. പൈലറ്റ് ടെസ്റ്റിംഗിൽ കൂടെ നമുക്ക് പല ആംബിഗ്വസ് ആയിട്ടുള്ളതും ടു ഈസി ഓർ ടു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റിസൾട്ട്സ് തരുന്നതായിട്ടുള്ള ഐറ്റംസ് റിമൂവ് ചെയ്യാനും റിഫൈൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. The third stage is called reliability and validity testing. അതായത് ഒരു റിഫൈൻഡ് ടെസ്റ്റ് നമുക്ക് കിട്ടി, ടെസ്റ്റ് ഐറ്റംസ് കിട്ടി, നമ്മൾ ഒരു പെർട്ടിക്കുലർ സാമ്പിളിലേക്ക് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ലാർജർ സാമ്പിളിലേക്ക് അത് ജനറലൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജാണ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റം ഡസ് ഇറ്റ് ഗിവ്
consistent results എന്നുള്ള ഒരു particular ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് there are certain measures called reliability given. Then there are certain other measures called validity. അതായത് ഇപ്പൊ ഇന്റലിജൻസിനെ അളക്കുന്ന ഒരു particular ടെസ്റ്റ് ആണെങ്കിൽ ആ ഒരു particular item ഇന്റലിജൻസിനെ തന്നെയാണോ അളക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് validity measures ഉള്ളത്. So accuracy of the measurement മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് validity ഉള്ളത്. So reliability and validity testing happens. Then comes norm establishment. So once you have done the reliability, validity testing, now the question is whether we can, whether the particular test is standardized for a representative sample. Appam certain norms, നമ്മൾ നെറ്റ് എക്സാമിൽ തന്നെ കണ്ടിട്ടില്ലേ, പെർസെൻറ്റൈൽസും certain other രീതി ഓഫ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഏതൊരു പെർട്ടിക്കുലർ പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ബൈ ദി ആക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് നോംസ് ഓർ പെർസെൻറ്റൈൽ റാങ്ക്സ്. Different types of norms are there. Age norms, grade norms, percentile norms, T-score, standard score, and പലതരത്തിലുള്ള norms ഉണ്ട്. Once the reliability and validity testing is done, you need to understand, you need to compare that particular test with the entire population. അതിനെയാണ് norm establishment എന്ന് പറയുന്നത്. And ഇതെല്ലാം കൂടെ reliability and validity, നമ്മളൊരു particular test administer ചെയ്യുമ്പോൾ, psychology test administer ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു മാനുവൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. And that happens as the final part of this particular test development stages. So അങ്ങനെയാണ് ഈ ഒരു particular answer ഇങ്ങനെ ഒരു ഓർഡറിൽ വരുന്നത്. Okay. The next question is arrange the following phases of basic motivation processes in order of their occurrence. So മോട്ടിവേഷൻ എന്താണ് എന്നുള്ളത് പ്രഷപ്പ് ചെയ്യുക. ഇനി മോട്ടിവേഷൻ നടക്കണമെങ്കിൽ അതിന്റെ സ്റ്റേജസ് എന്താണ്, എന്താണ് മോട്ടിവേഷൻ? ഡെഫിനറ്റ്ലി ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ. എന്തിനാണ് മോട്ടിവേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി ഓപ്ഷൻസ് ഇൻക്ലൂഡ് ഡ്രൈവ്, ഗോൾ നീഡ് ഫുൾഫിൽമെന്റ്, ടെൻഷൻ, ഹോമിയോസ്റ്റാസിസ് ആൻഡ് ആക്ഷൻ. ഇതിലത് കറക്റ്റ് ഓർഡർ എന്തായിരിക്കും? The correct order is option C, A, E, B, D. എന്ന് പറഞ്ഞാൽ tension, then drive, then action, then goal need fulfillment, and finally homeostasis. എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസ് ആണ് അല്ലേ. അതായത് എങ്ങനെയാണ് നമ്മുടെ ബോഡി ഈക്വിലിബ്രിയത്തിൽ എത്തുന്നത്, ഇറ്റ്സ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ലെറ്റ് സേ ഫോർ എക്സാമ്പിൾ ഹങ്കർ ഫേസ് ചെയ്യുന്നു, തേഴ്സ്റ്റ് ഫേസ് ചെയ്യുന്നു, അതൊക്കെ പോയിട്ട് ഒരു ഫിസിക്കൽ എക്സോഷൻ ഫേസ് ചെയ്യുന്നു, സൈക്കോളജിക്കൽ എക്സോഷൻ ഫേസ് ചെയ്യുന്നു. അവിടെ എല്ലാം ഒരു ഡിസ്ട്രപ്ഷൻ ഓഫ് ഇക്വിലിബ്രിയം ഉണ്ടല്ലേ. സോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ നടക്കും, നമ്മൾ ഏറ്റവും അധികം ലാസ്റ്റിൽ എത്തേണ്ട ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ്, ഒരു സ്റ്റേജിനെയാണ് homeostasis എന്ന് പറയുന്നത്. We are all aiming for homeostasis to happen. ഓക്കെ, ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നീഡ് അറൈസ് ചെയ്യുന്ന, ഒരു ഹങ്കർ, തേഴ്സ്റ്റ്, എന്തോ ഒരു തരത്തിലുള്ള നമ്മുടെ ആ ഒരു ഇക്വിലിബ്രിയത്തിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള എന്തോ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നീഡിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ആ ടെൻഷൻ then gives rise to drive. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ നീഡ് അറൈസ് ചെയ്യുന്നു, ആ നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജൈസിങ് ഫോഴ്സിനെയാണ് which pushes that organism to act, that is called drive. Then comes action. So once you have a need, attention, then you have an energizing force. Now you are engaged in that particular behavior. That engagement of a behavior is called action, and then goes to a goal need fulfillment. So because of your action, at times your goals are reached, and because of that reaching of that goal, you tend to have a balance in your body. That is when you achieve your homeostasis. So ഈ ഒരു particular stage-നെയാണ് നമ്മൾ എപ്പോഴും motivational process-ൽ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം. Okay, I hope it's clear. The next question is match list 1 and list 2. Okay, so രണ്ട് ലിസ്റ്റുകളുണ്ട്. Fear as an acquired drive, frustration, life space, balance theory. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ്സ് തന്നിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഏതാണെന്നുള്ളത് മാച്ച് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, എന്തായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ? The correct answer is option 4, which includes A എന്ന് പറയുന്നത് fear as an acquired drive was given by Miller. B, frustration, it was given by Amsel. Then C, life space theory was given by Kurt Lewin, definitely. Then D, that is balance theory, which is given by Fritz Heider. അപ്പോൾ ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ആംസൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ബട്ട് ഇഫ് യു ഡെഫിനറ്റ്ലി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ഓൾ അതർ തിങ്സ്, ഐ തിങ്ക് ദാറ്റ് വിൽ ഓൾസോ ബി ഡെഫിനറ്റ്ലി സോർട്ടഡ് ഔട്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം.
സോ ഫിയർ ആസ് ആൻ അക്വയർഡ് ട്രൈബ്. അതായത് നീലി മില്ലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡോണൾഡ് മില്ലറിന്റെ ഒരു പെർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് ഉണ്ടല്ലോ, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ ഒരു നിയോ behaviorist ആണ് ആക്ച്വലി മില്ലർ. സോ അക്കോർഡിംഗ് ടു മില്ലർ ദി മേജർ ഐഡിയ ഇസ് ദാറ്റ് ഫിയർ ക്യാൻ ബി ലേൺഡ്. അതായത് ഫിയർ എന്ന് പറയുന്നത് ഒരു ഇനീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രീഡിസ്പോസിഷൻ അല്ല, ബട്ട് റാദർ fear is something that we learn as we grow through. So ഒരു പെർട്ടിക്കുലർ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എല്ലാത്തിലും കയറി തൊടുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. എല്ലാത്തിലും കയറി എല്ലാം വായിലിടാനും എല്ലാത്തിലും പോയി തലയിടാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ദി മേജർ ഐഡിയ ഇസ് ദാറ്റ് ദി ഫിയർ ഇസ് നോട്ട് എ ബേസിക് ഇമോഷൻ ദാറ്റ് ഇസ് ബീങ് ഇനേറ്റ്ലി ഗിവൻ ടു us, ബട്ട് അത് എക്സ്പീരിയൻസസ് വഴിയാണ്. ഒരു അയൺ ബോക്സിൽ നമ്മൾ ചൂടുള്ള ഒരു അയൺ ബോക്സിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ അത് പെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുള്ളൊരു ഐഡിയ വൺസ് ദി എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് അത് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഫിയർ എന്ന് പറയുന്നത് ഒരു ലേൺ ബിഹേവിയർ ആണ്. ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയാണ് പെർട്ടിക്കുലർലി ഫിയർ ഇസ് ലേൺഡ് എന്നുള്ളൊരു മേജർ ഐഡിയ വാസ് ഗിവൻ ബൈ മില്ലർ. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എബ്രാം ആംസൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സൈക്കോളജിസ്റ്റ് വാസ് വെൽ നോൺ ഫോർ ഹിസ് ഫ്രസ്ട്രേഷൻ തിയറി, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഓൾസോ കോൾഡ് ഫ്രസ്ട്രേഷൻ നോൺ റിവാർഡ് തിയറി. ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ആവാതിരിക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് മേജർ ഐഡിയ ഇസ് ദാറ്റ് whenever the goal achievement is blocked, whenever you want to get something that but however you're blocked from it, that is when frustration results in. And because of that particular frustration, to actually get rid of the frustration, you tend to do a lot of behaviors to reach that particular goal, which results in the persistence of that particular behavior. And that was the major idea behind frustration theory, which was given by Abraham Abson. Then came life space theory. Life space theory എന്ന് പറയുന്നത് കർട്ട് ലെവിന്റെ തിയറിയാണ്, which is also called field theory. Entire behavior is the function of person and environment എന്ന് പറയാം. അതാണ് ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. B is equal to F PE. അതായത് ഒരാളുടെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുടെ പേഴ്സണൽ വേരിയബിൾസ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള വേരിയബിൾസും അതിൻ്റെ കൂടെ തന്നെ എൻവയറമെന്റും എന്തൊക്കെ തരത്തിലുള്ള സിസ്റ്റംസ് ആണോ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ എംബഡ് ആയി കിടക്കുന്നത് അതിൻ്റെയും കൂടെ റിസൾട്ട് ആയിരിക്കും. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഫീൽഡ് തിയറി അല്ലെങ്കിൽ ലൈഫ് സ്പേസ് തിയറി എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കർട്ട് ലെവിൻ. Then came balance theory. Balance theory എന്ന് പറയുന്നത് ഫ്രിറ്റ്സ് ഹെയ്ഡറിന്റെ ഒരു പെർട്ടിക്കുലർ തിയറി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആറ്റിറ്റ്യൂഡ്സ് ആർ ഫോംഡ്, ഓർ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുകയും പെർസിസ്റ്റന്റ് ആയിട്ട് ലൈഫ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്സിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മേജർലി ബാലൻസ് തിയറി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ സോഷ്യൽ സൈക്കോളജി. ഹൗ വി ഈവൻ ബാലൻസ് ദി സെന്റിമെന്റ്സ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. It also talks about can also be explained by Fritz Heider. It's similar to the concept of cognitive dissonance, which is also a part of social psychology. But before even the cognitive dissonance theory came into effect, it was Fritz Heider's balance theory which played a major role of understanding how attitudes were developed. The next question is, which among the following is the correct sequential meaning of Sat, Sit and Ananda according to Upanishadic tradition? എന്തായിരിക്കും the correct answer? Is it bliss, existence, consciousness, bliss, consciousness, bliss and existence, or is it truth, character and happiness? എന്തായിരിക്കും the correct answer? The correct answer is existence, consciousness and bliss. സത്ത് എന്ന് പറയുന്നത് ഒരു ബീയിങ്, എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അൺചേഞ്ചിങ് റിയാലിറ്റി ആയ ട്രൂത്ത് എന്നൊക്കെ പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്റ്റിനെയാണ് സത്ത് എന്ന് പറയുന്നത്. ചിത്ത് ആക്ച്വലി ഇറ്റ്സ് അബൌട്ട് കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മുടെ റിയാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള വിച്ച് ഇസ് അണ്ടർ ആ കോൺഷ്യസ്നെസ് ഓഫ് പ്യുവർ അവയർനെസ്, അതിന് നമ്മൾ ചിത്ത് എന്ന് പറയും. ആനന്ദ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബ്ലിസ് ഓർ പ്യുവർ ജോയ്. സോ സംതിങ് ദാറ്റ് കംസ് ഫ്രോം എ സുപ്പീരിയർ ബ്ലിസ് അല്ലെങ്കിൽ സുപ്രീം ബ്ലിസ്, ഒരു ഓർഡിനറി പ്ലഷറിന് അപ്പുറമുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റിനെയാണ് ആനന്ദ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദി കറക്റ്റ് ആൻസർ വുഡ് ബി സത്, ചിത്ത് ആൻഡ് ആനന്ദയ്ക്ക് ദി കറക്റ്റ് ആൻസർ വുഡ് ബി എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ് ആൻഡ് ബ്ലിസ്, ദി ത്രീ ഇൻസെപ്പറബിൾ ആസ്പെക്ട്സ് ഓഫ് ബ്രഹ്മാൻ ആത്മാൻ in Vedic philosophy. The next question is, the key features of qualitative research methods include the following except. So ഏതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ qualitative research methodsന്റെ ഒരു key feature അല്ലാത്തത്? So it respects the subjectivity of participants, it considers the nature of reality as deterministic, it provides rich and thick description of the phenomenon, it views language central to communication. എന്തായിരിക്കും the correct answer? The correct answer is, it considers the nature of reality as deterministic. എന്തുകൊണ്ടാണ് ഈ ഒരു particular answer വന്നത് as the correct answer?
So, subjectivity of participants എന്ന് പറയുന്നത് actually central feature of qualitative research ആണ്. അതായത് qualitative researchൽ നമ്മൾ majorly personal meanings, experiences, lived experiences, understanding of that അതൊക്കെയാണ് majorly emphasis കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ that particular answer is a key feature of qualitative research methods. And definitely because of understanding the subjectivity of participants, qualitative methods ഒക്കെ ഡെപ്തും കോണ്ടെക്സ്റ്റും ഡീറ്റെയിലും വളരെ emphasis കൊടുക്കുന്നതുകൊണ്ട് തന്നെ provides a rich and thick description എന്ന് പറയുന്നത് correct answer pertaining to qualitative research ആണ്. And because of the fact that personal experiences ഉം meanings ഉം ആണ് പഠിക്കുന്നത് കൊണ്ട് language എന്ന് പറയുന്നത് വളരെ central ആണ്. കാരണം ഒരാളുടെ ഒരു particular data collection method പോലും ഒരു particular individualൽ നിന്ന് നമ്മൾ collect ചെയ്യുന്ന data method is by the language usage. language ഉം narratives ഉം meaning making ഒക്കെ വളരെ important ആയിട്ടുള്ള tools ആണ് within qualitative research methods. And however, the nature of reality as deterministic എന്ന് പറയുന്നത് ഒരു quantitative positivistic worldview ആണ്. It is not something that is part of qualitative view because ഇവിടെ ഒരു determinism ഇല്ല. One leads to another എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. But rather each individual experiences are unique and subjective എന്നുള്ളൊരു particular ഐഡിയ ആണ് qualitative research methods ഹോൾഡ് ചെയ്യുന്നത്. Okay, so അതുകൊണ്ടാണ് we can tell that this particular option is incorrect എന്നുള്ളത്. Okay. Next question is, Ferrell has identified some major applications of computers to cognitive behavioral assessment, which are given below. So, some identifying applications of computers are given here below by Ferrell, a particular researcher. Now, we need to understand illada edakeyanu correct aayittulla major aayittulla applications ennallathu. So, the options include coding observational data, directly recording behavior, indirectly recording behavior, training, and report writing. And that is the correct answer. The correct answer is option 3, which includes coding observational data, directly recording behavior, and finally indirectly recording behavior. So in this particular question, the major emphasis is on how computers can be used for cognitive behavioral assessments. അതായത് cognitive behavioral assessment എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ടെക്നോളജി യൂസ് ചെയ്യാം എന്നാണ് ഫെറൽ majorly review ചെയ്തത് was the question here. So the answer correctly was and includes coding observational data. So എന്തുകൊണ്ടാണ് computers can be used for storing, recognizing, organizing and analyzing complex data. Behavioral observation എന്തോ ആയിക്കോട്ടെ, ഏതൊരു particular setting ലോ ആയിക്കോട്ടെ, majorly all these behaviors that are observed can be translated to certain computer data. So for example, let's say in a classroom behavior study, a researcher wants to observe instances of aggression. എപ്പോഴൊക്കെ aggression ഉണ്ടായി, എന്തൊക്കെ ഫ്രീക്വൻസിയിലാണ്, എന്തൊക്കെ ഇൻസ്റ്റൻസസ് ആണ് aggressionലേക്ക് ലീഡ് ചെയ്തത്. So all these information that are observed can be put into the data, can be entered into the technology system. So its software can definitely code the frequency, duration and sequences automatically, and this makes the entire process much more objective, accurate and less time consuming. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു particular option നമ്മൾ തിരഞ്ഞെടുത്തത്. And then the other option was directly recording a particular behavior. So all the behavior that was being observed by the researcher can be directly recorded into it. Not just the coding part of it, but you can directly record. Let's say for example, reaction time experiments നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. So key presses വഴി certain keys press ചെയ്ത് certain particular instructions കൊടുത്ത് നടത്തുന്ന particular kind of experiments ആണ് reaction time experiments. അപ്പം ഈ reaction time experiments നമുക്ക് directly computerized ആയിട്ടുള്ള reaction time experiments ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് directly record ചെയ്യാൻ പറ്റും. Certain biofeedback machines can record the heart rate, skin conductance, which gives a lot of information on what the particular person is going through in that particular stressful situation or whatever the situation can be. So അതുകൊണ്ട് തന്നെ biofeedback machines is one way in which directly behavior is being recorded. Then there are other computerized tests for attention and memory. These are some examples of how behavior is directly recorded through a particular computer or software എന്ന് പറയാം. So this gives us a purpose of precise and real-time measure. Then another option that we selected was indirectly recording a particular behavior. എന്തൊരു behavior ആയിക്കോട്ടെ നമുക്കത് indirectly record ചെയ്യാനും പറ്റും through computerized ആയിട്ടുള്ള techniques. So behavior that is assessed by a self report or questionnaire tools, ഇതൊക്കെ നമുക്ക് computers വഴി administer ചെയ്യാൻ പറ്റും അല്ലെ. ഗൂഗിൾ ഫോംസ് പോലത്തെ പല തരത്തിലുള്ള mechanisms നമുക്ക് available ആണ് ഇപ്പം, which you also have used at certain point of time. So there are different even computerized ആയിട്ടുള്ള
ആയിട്ടുള്ള ബെഗ് ഡിപ്രഷൻ ഇൻവെന്ററി പോലത്തെ മെക്കാനിസംസും ഉണ്ട്, ഓൺലൈൻ ആയിട്ടുള്ള അസസ്മെന്റ് ഫോംസും ഉണ്ട്. സോ ഓൾ ഓഫ് ദീസ് ഗിവ്സ് us how large standardized ആയിട്ടുള്ള assessments data can be used without any sets of or by reducing the human error and reach more participants can be done. So അതുകൊണ്ടാണ് ഈ ഒരു particular options നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. Next question include match list 1 and 2. So list 1 le options are Jiva, Karta, Jnanta, Bhokta. List 2 le options include agent capable of freely choosing a course of action, knower, experience of pleasure and pain, a living being. So ilathe edayirikkum correct answer? The correct answer is option A, which includes A, Jiva, that is living being, B, that is Karta, which includes agent capable of freely choosing a course of action, C is Jnanta, it means knower, and Bhokta, which means experience of pleasure and pain. എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയെന്ന് നമുക്ക് നോക്കാം. So the concepts of Indian psychology ആണ് ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാം അല്ലേ. അപ്പം ജീവ എന്ന് പറയുന്നത് ലിവിങ് ബീയിങ് ആണ്, എന്തൊരു തരത്തിലുള്ള എംബോഡീഡ് സോൾ ആയിക്കോട്ടെ, ആൻ ഇൻഡിവിജ്വൽ ബീയിങ് ഹു എക്സ്പീരിയൻസസ് ബർത്ത് ആൻഡ് റീബർത്തിനെയാണ് ഇൻ ദി കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ ജീവ എന്ന് കൺസിഡർ ചെയ്യുന്നത്. കർത്ത എന്ന് പറയുന്നത് വി ഓൾ ഹാവ് അവർ ഓൺ എബിലിറ്റി അല്ലെങ്കിൽ ഏജൻസി എന്ന് പറയില്ലേ. കർത്ത ഇസ് ദ ഡൂവർ ഓർ ദി ഏജന്റ് ഹു ക്യാൻ ഡു എനിത്തിങ്, എനി സെറ്റ് ഓഫ് ആക്ഷൻസ് ഓർ കർമ്മ എന്ന് പറയുന്നത് തന്നെയാണ് കർത്ത എന്ന് പറയുന്നത്. ജ്ഞാന്ത മീൻസ് നോവർ. സോ ജ്ഞാന, ടു നോ എന്ന് പറയുന്ന ആ റൂട്ടിൽ നിന്ന് വരുന്ന ഒരു പെർട്ടിക്കുലർ വേർഡ് ആണ്. സോ സംവൺ ഹു നോസ്, ഹു ഹാസ് എ സബ്ജക്ട് ഓഫ് നോളജ്, അതിനെയാണ് ജ്ഞാന്ത എന്ന് പറയുന്നത്. ആൻഡ് ഭോക്ത മീൻസ് an enjoyer, an experiencer, someone who experiences the result of actions, sukha, dukha, all these things experienced because of the results of the action niyana bhokta ennu parayunnathu. So I hope this question is clear. The next question is, which of the following approaches to motivation focuses on the idea that behavior is driven by internal desires and biological needs? So ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഡിസയേഴ്സിൽ നിന്നും ബയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫിനോമിനൻ ആണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും? Is it cognitive approach, incentive approach, instinct approach, or drive theories? എന്തായിരിക്കും the correct answer? Correct answer is drive theories. Motivation എന്ന് പറയുന്നത് ഒരു വളരെ ലാർജ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റ് ആണ് അല്ലേ. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡിഫറെന്റ് ഡയമെൻഷൻസ്, ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ഡിഫറെന്റ് അപ്രോച്ചസ്. പല ലെൻസസിൽ കൂടെ നമുക്ക് മോട്ടിവേഷനെ കാണാൻ പറ്റും. കോഗ്നിറ്റീവ് ലെൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് അപ്രോച്ച് മോട്ടിവേഷനെ കാണുന്നത് ഒരു തോട്ട്സ്, എക്സ്പെക്ടേഷൻസ്, ഗോൾസ്, ഡിസിഷൻ മേക്കിംഗ്, അതിനൊക്കെ അലൈൻമെന്റിലുള്ള ഒരു പെർട്ടിക്കുലർ ഐഡിയ ആയിട്ടാണ്. ഓക്കെ, സോ മോട്ടിവേഷൻ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ മോട്ടിവേറ്റഡ് ആണ് ചെയ്യാനെങ്കിൽ ആ ഒരു തരത്തിലുള്ള മോട്ടിവേഷൻ കംസ് ഫ്രം വൺസ് ഓൺ ബിലീവ്സ്, വാല്യൂ സിസ്റ്റംസ്, അല്ലാതെ ബയോളജിക്കൽ നീഡ്സിൽ നിന്ന് വരുന്ന ഒരു ഐഡിയ അല്ല എന്നാണ് കോഗ്നിറ്റീവ് അപ്രോച്ച് പറയുന്നത്. ഇൻസെന്റീവ് അപ്രോച്ച് പറയുന്നത് വി ആർ മോട്ടിവേറ്റഡ് ടു ഡു തിങ്സ് ബിക്കോസ് ഓഫ് സർട്ടൻ എക്സ്റ്റേണൽ റിവാർഡ്സ് ഓഫ് പണിഷ്മെന്റ്. സോ എന്താണ് നമ്മുടെ ചുറ്റുപാടുള്ള കോൺസിക്വൻസസ്, അതാണ് നമ്മുടെ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നാണ് ഇൻസെന്റീവ് അപ്രോച്ച് പറയുന്നത്. Instinct approach എന്ന് പറയുന്നത് majorly it was an earlier view. Okay, it has actually a genetic contributions to motivation എന്ന് പറയുന്നത്. മെക്ഡഗൽ, ഫ്രോയിഡ്, എത്തോളജി കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആണ്. പ്ലീസ് ഡു റീഡ് അബൌട്ട് ഇറ്റ്. സോ ഇറ്റ് മേജർലി tells us that behavior എന്ന് പറയുന്നത് വളരെ ഇന്നേറ്റ് ആയിട്ടുള്ള, വളരെ പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമ്മുടെ ഉള്ളിൽ certain ഫിക്സ്ഡ് ആയിട്ടുള്ള ബിഹേവിയറൽ ഇൻസ്റ്റിങ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒന്ന് യോൺ ചെയ്യാൻ. ഓക്കെ, സോ ആ ഒരു യോണിങ് ബിഹേവിയർ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി യോൺ ടു ദി എൻഡ് ഓഫ് ദി യോൺ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബിഹേവിയർ തുടങ്ങാനും അവസാനിക്കാനും ഒരു പെർട്ടിക്കുലർ സൈക്കിൾ ഉണ്ട്. അത് യോൺ ചെയ്യുന്നതൊന്നും ആലോചിച്ച് നോക്കും. അപ്പം അതിനൊരു സൈക്കിൾ ഉണ്ട്. അത് എന്ത് ചെയ്താലും നമ്മളത് തടസ്സപ്പെടുത്താൻ പറ്റില്ല ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. സോ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഒരു ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺസ് നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി വി ക്യാൻ മേജർലി നോട്ടീസ് ഇറ്റ്. സ്റ്റഡീസ് ഒക്കെ മേജർലി നടന്നിരുന്നത് ആനിമൽസിലാണ്. ഹൗ വെൽ ദേ or how capable of they were in doing certain motivated to do certain behaviors based on these innate inherent ആയിട്ടുള്ള dispositions. അപ്പം
it is an earlier view which talks is that behavior എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ മോട്ടിവേറ്റഡ് ആവുന്നത് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഇൻസ്റ്റൻസ് ആണ്. സോ മെറ്റേണൽ കെയർ ആയിക്കോട്ടെ, അഗ്രഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇൻസ്റ്റിങ്ക്ട് അപ്രോച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടു റിജിഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നോട്ട് അബൌട്ട് ഇന്റേണൽ ട്രോയ്സ് ബട്ട് അത് ഇറ്റ്സ് എ മോർ ഇനീറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഹവെവർ ഡ്രൈവ് തിയറീസ് പറയുന്നത് ബിഹേവിയർ ഇസ് മോട്ടിവേറ്റഡ് ബൈ ഇന്റേണൽ ഡിസയേഴ്സ്, ഇന്റേണൽ ബയോളജിക്കൽ നീഡ്സ്. അതായത് ബയോളജിക്കലി നമുക്ക് എന്താണ് ഡെഫിസിറ്റ് ആയിട്ട് കിടക്കുന്നത്, എന്താണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്, അതിന്റെ ബേസ് ആണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ബിഹേവിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡ്രൈവ് theory is a major idea. So when needs create a tension, that is when we have a particular energizing force, that is when we result in a goal directed behavior which results to homeostasis. So അതുകൊണ്ടാണ് ഈ ഒരു particular option drive theories നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. The final question for today's video is characteristics of groupthink includes the following: invulnerability, self-deception, lack of disagreement and lack of self-control. ഇല്ലാത്ത ഏതൊക്കെയായിരിക്കും ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്ന ഒരു ഫിനോമിനന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്? The correct answer is invulnerability, self-deception and finally lack of disagreement. എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് എത്തിയത് നമുക്ക് നോക്കാം. സോ മേജർലി ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു സോഷ്യൽ സൈക്കോളജിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, വിച്ച് ടോക്സ് അബൌട്ട് ഹൗ ഒരു പെർട്ടിക്കുലർലി ഹൈലി കോഹസീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്തൊരു തരത്തിലുള്ള, ഈവൻ വെൻ ദി ഗ്രൂപ്പ് മെമ്പേഴ്സ് നോ ദാറ്റ് ദേ ആർ ടേക്കിംഗ് ദി റോങ് ഡിസിഷൻ, ദേ നെവർ ക്വസ്റ്റ്യൻ ഇറ്റ് ഓർ ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡിസിഷൻ ദാറ്റ് ദി ഗ്രൂപ്പ് മേക്സ്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് കൊഹിഷൻ അല്ലെങ്കിൽ കൊഹിസീവ്നെസ്സിനെയാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുക. സോ ഒരു ഹൈലി കോഹസീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒരു യുനാനിമിറ്റി, പുവർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫിനോമിനൻ ആണ്. ആൻഡ് അതിന് സർട്ടൻ സിംറ്റംസ് ഉണ്ട് എന്നാണ് ഇർവിംഗ് ജാനസ് പറഞ്ഞിരിക്കുന്നത്. സോ സർട്ടൻ സിംറ്റംസ് ഇൻക്ലൂഡ് ഇല്യൂഷൻ ഓഫ് ഇൻവൾണറബിലിറ്റി, അതായത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഫീൽ ദാറ്റ് they are safe of many mistakes, they become overconfident in their own abilities, they feel that they can never make mistakes എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഐഡിയനെയാണ് ഇല്യൂഷൻ ഓഫ് ഇൻവൾണറബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംറ്റം ഇസ് കളക്റ്റീവ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഡിസെപ്ഷൻ, അതായത് മെമ്പേഴ്സ് ഡിസ്കൗണ്ട് വാർണിംഗ്സ്. എന്തൊരു തരത്തിലുള്ള ഒരു വാർണിംഗ് മുന്നിലുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കിയാലും അവരുടെ മനസ്സിനെ തന്നെ ഡിസീവ് ചെയ്യും to think that they are always right, to justify that they are always right. അതിനെയാണ് കളക്റ്റീവ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഡിസെപ്ഷൻ. നമ്മളെ തന്നെ നമ്മൾ ചതിക്കുന്നു ആൻഡ് ടു ഫോർ ആ ഒരു പെർട്ടിക്കുലർ ബിട്രയൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആക്ഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഐഡിയനെയാണ് കളക്റ്റീവ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. ഇല്യൂഷൻ ഓഫ് യുനാനിമിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഡിസഗ്രിമെന്റ് എന്നും പറയാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് മെമ്പറിന്റെ സൈലൻസ് ഇസ് ഇന്റർപ്രിറ്റഡ് ആസ് അഗ്രിമെന്റ്. നമ്മളൊരു ഹൈലി കോഹസീവ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണുള്ളത്, നമുക്ക് ആ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് കളയാൻ ഒരു നിർവാഹവും ഇല്ല, നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സോ വെനെവർ വി ഫീൽ ദാറ്റ് ഗ്രൂപ്പ് ഇസ് ഗോയിങ് അഗെയിൻസ്റ്റ് our personal values, there is high tendency for the person to remain that particular group to remain സൈലൻസ് പാലിക്കുക എന്നുള്ളത്. സോ സൈലൻസ് ഇസ് ഇന്റർപ്രറ്റഡ് ആസ് അഗ്രിമെന്റ് ആൻഡ് മെമ്പേഴ്സ് സപ്രസ്, അവർക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടോ അത് സപ്രസ് ചെയ്ത് ടു മെയിൻറ്റെയിൻ ഹാർമണി ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഐഡിയനെയാണ് ഇല്യൂഷൻ ഓഫ് ഇനാനിമിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഡിസഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഡിസഗ്രിമെന്റ്സ് ഉണ്ടായാലേ വളർച്ച ഉണ്ടാവുള്ളൂ അല്ലേ. സോ അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസഗ്രിമെന്റ്സ്. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസഗ്രിമെന്റ്സ് നടക്കാത്തൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോസസ്സിനെയാണ് ഇല്യൂഷൻ ഓഫ് യുനാനിമിറ്റി. എല്ലാവർക്കും ഒരേ ഐഡിയ ആണെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി ചിന്തിക്കുന്ന ഒരു ഐഡിയയാണ്. ഡയറക്റ്റ് പ്രഷർ ഓൺ ഡിസെൻഡേഴ്സ്, അതായത് ഡിസെൻഡേഴ്സ് എന്ന് പറയുന്നത് എതിരഭിപ്രായമുള്ളവരെയാണ് ഡിസെൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ദോസ് ഹു ഡിസഗ്രി ആർ പ്രഷേർഡ് ഓർ മാർജിനലൈസ്ഡ് എന്നുള്ളതാണ് വേറൊരു സിംറ്റം ഓഫ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. സെൽഫ് സെൻസർഷിപ്പ്, സോ ദോസ് ഹു ഹാവ് സെൽഫ് ഡൗട്ട്സ്, ഹു ഹാവ് ഡൗട്ട്സ് ഓർ കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉള്ളവർ അവർ പുറത്തു പറയാതെ ബിക്കോസ് ഓഫ് ദെയർ their fear of getting out of the particular group, fear of being thrown out of the group, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിത്ത്ഹോൾഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സിംറ്റമിനെയാണ് സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറയാം. ആൻഡ് ഫൈനലി സ്റ്റീരിയോടൈപ്പിംഗ് ഔട്ട്സൈഡേഴ്സ്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം ആണ്. നമ്മുടെ ഗ്രൂപ്പാണ് എപ്പോഴും ശരി, മറ്റൊരു ഗ്രൂപ്പ് തെറ്റാണ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയനെയാണ് stereotyping outsiders എന്ന് പറയും. സോ ആൻഡ് അഗൈൻ ഔട്ട്സൈഡേഴ്സ് ആർ ഓൾവേസ് സീൻ, അല്ലെങ്കിൽ ഔട്ട് ഗ്രൂപ്പിനെ എപ്പോഴും വീക്കും ഇൽ ഇന്റൻഷണൽ ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയനെയാണ് stereotyping the outsiders എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ വി കെയിം ടു ദിസ് പെർട്ടിക്കുലർ ഓപ്ഷൻ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ.
Okay, so I hope today's video is clear to you. എന്തെങ്കിലും doubts ഉണ്ടെന്നുണ്ടെങ്കിൽ please make sure you revise through it. Each and every video നമ്മൾ ഇടുന്നത് is a lot for your betterment, a lot for your personal growth to psychology. And let's make ഓരോ ചോദ്യങ്ങളിലും it is an anchor point. As I always say, it's an anchor point for you to further look into. So ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയ അവിടെ നിർത്താതെ ഗ്രൂപ്പ് തിങ്ക് കാരണം ഉണ്ടാവുന്ന സിംറ്റംസിനെ മനസ്സിലാക്കുക, ഗ്രൂപ്പ് തിങ്ക് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസസിനെ മനസ്സിലാക്കുക, ഗ്രൂപ്പ് തിങ്ക് കാരണമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജി കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ബൈസ്റ്റാൻഡർ എഫക്ട്, സ്റ്റീരിയോടൈപ്പ്, പ്രെജുഡിസ്, ഓൾട്രൂയിസം, അങ്ങനെ നമുക്ക് വൈഡ്ലി എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക. സോ ഓരോ ക്വസ്റ്റ്യൻ പോയിന്റ്സിനെയും പ്ലീസ് മേക്ക് ഷുർ യു ഗ്രോ ഇറ്റ് ഇൻ ടു ബിഗർ ട്രീസ് ഓഫ് നോളജ്. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.